ചങ്കുളെ നമസ്കാരം കേട്ടോ. എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവർക്കും നമസ്കാരം ഗൈസ്. അപ്പൊ കാലത്ത് നമ്മൾ പോണത് ജിമ്മിലേക്കാണ്. ഇന്ന് മുതൽ ശരീരമൊക്കെ ഒന്ന് അങ്ങോട്ട് നന്നാക്കാൻ തീരുമാനിച്ചു. കുറെ ആയി വയറൊക്കെ ചാടി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇതൊന്ന് ഫിറ്റാക്കിയിട്ട് വേണം. എല്ലാവരും ചോദിക്കാറുള്ള ഷർട്ട് എടുക്കുന്ന സ്ഥലം പോയി കാണിച്ചു തരാനായിട്ട്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സലിലാണ് ചേർന്നിരിക്കുന്നത്. യൂണിവേഴ്സൽ എടപ്പാടുള്ളവർക്കൊക്കെ അറിയാം, വലിയ കൂടിയ ഐറ്റംസും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷേ തടി കുറക്കണമെന്ന് ഉദ്ദേശമുള്ളവന് യൂണിവേഴ്സൽ കൂടുതലാണ്. അങ്ങനെ നമ്മുടെ സ്ഥിരം റാക്കിൻ്റെ മുകളിൽ ഒരു ഷൂ അവിടെ കാണണം. എവിടെ? ഇതായിരിക്കണം. അത് ഞാനിവിടെ സ്ഥിരം വെച്ചിട്ട് പോകാറുള്ളതാണ്. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് കുടഞ്ഞ് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കി ജിമ്മിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ മല്ലി കിടപ്പാണ്. പുള്ളിക്കാരത്തിനെ കാലത്തെ ഒന്ന് റൗണ്ട് അടിപ്പിക്കണം. അത് മാത്രമല്ല, ഇവക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന സ്ഥലത്ത് മാത്രം ഒരു വൃത്തികേടുകളാക്കൂല, മൂത്രമൊഴിക്കൂല, അപ്പിയിടൂല. പക്ഷെ അവിടെ നിന്ന് മാറ്റി കെട്ടിക്കഴിഞ്ഞാൽ ഇവളാകെ സീനാണ്. കണ്ട അവിടുത്തെ ഈ പരിസരത്തൊക്കെ കാര്യങ്ങൾ അവളെ നോക്കണം. ഒരു ബൈക്ക് പോയപ്പോഴത്തേക്കും നോക്കിയാണ്ട. പക്ഷെ ആ ബൈക്കുകാരൻ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവൾ ഓടും. അതൊക്കെയാണ് അവളുടെ അവസ്ഥ. ഇതൊക്കെ സത്യാവസ്ഥ നമുക്കല്ലേ അറിയാൻ പാടുള്ളൂ. അങ്ങനെ അവളായിട്ട് നടത്തിച്ച് എന്തായാലും വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് സ്റ്റാൻഡിൽ എടപ്പാളൊക്കെ ഒന്ന് പോകണം. ദോശയൊക്കെ കഴിച്ച് എന്തായാലും സ്റ്റാൻഡിലേക്ക് പോകണം. ഇറങ്ങണ ഞങ്ങളുടെ കൊടക്കാട്ടൂ എന്നുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. രണ്ട് സൈഡും പാടങ്ങളാണ്. നല്ല വൈബുള്ള സ്ഥലമാണ് നമ്മുടെ കൊടക്കാട്ടൂന്ന് മാത്രമല്ല, എടപ്പാള് ഉള്ളിലേക്ക് ഇറങ്ങി ഒട്ടുമിക്ക സ്ഥലങ്ങളും വൈബുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ടൗണിൻ്റെ ആ ഒരു ഗാംഭീര്യമൊന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇല്ല. ഇതുപോലെ ശാലീന സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന സ്ഥലങ്ങളാണ് പല സ്ഥലങ്ങളും. ഇതാണ് ഞങ്ങളുടെ അവിടെ ഉള്ളൊരു കുളമാണത്. അങ്ങനെ നമ്മൾ എടപ്പാളേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കടയും തുറന്നിട്ടില്ല. കാര്യം എനിക്ക് അറിയായിരുന്നു ഇന്നൊന്നും തുറക്കൂല എന്നുള്ളത്. പെരുന്നാളല്ലേ, ആര് വരാനാണ്? ആരും വരാനില്ല. പിന്നെ എനിക്കാണെങ്കിൽ സ്റ്റാൻഡിലിട്ട് ഓടാനും പറ്റൂല, പെർമിറ്റ് ഇല്ല. പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പേര് മാറണം. ആ പേര് മാറാനായിട്ട് കൊടുത്തിട്ട് 2 മാസമായി. MVD ഇപ്പോഴും ആ ഇത് താലോലിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേപ്പർ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടായിരുന്നേനെ. ഞാൻ ആ ശോഭികയുടെ ഫ്രണ്ടിലാണ് കിടന്ന് ഓടാറ്. കണ്ട അതൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഏകദേശം മൊത്തം പൂട്ടിയിട്ടിരിക്കുക. വന്ന് നമ്മുടെ ഗോവിന്ദയുടെ അവിടം വരെ ഒന്ന് വന്നു നോക്കി. കാര്യം ഇവിടെ സുഡിയോ തുറക്കാനായിട്ടുണ്ട്. സുഡിയോ ഏകദേശമൊക്കെ പണി കഴിഞ്ഞ് നടക്കുകയാണ്. ഈ പെരുന്നാളിന് മുമ്പ് തുറന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. എന്തായാലും പണി തീരാറായിട്ടുണ്ട് ഗൈസ്. കണ്ട അവിടുന്ന് തിരിച്ച് നമ്മുടെ കുറ്റിപ്പുറം റോഡിലേക്ക് വരുമ്പോൾ അവിടെ വണ്ടികളെ ആവശ്യത്തിന് കിടക്കുന്നുണ്ട്. ആൾക്കാരാണെങ്കിൽ റോഡിൽ തീരെ കുറവുമാണ്. ഇത് കണ്ട ഓട്ടോറിക്ഷയൊക്കെ അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ഞാൻ വെറുതെ നമ്മുടെ പാലത്തിൻ്റെ അടിയിൽ കൂടെയൊക്കെ ചെന്ന് നോക്കി എന്താണ് അവിടത്തേക്ക് അവസ്ഥ. നോക്കുമ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല. കടകളൊക്കെ അടവ് തന്നെയാണ്. കാര്യം എല്ലാവരും വന്ന് ഇനിയിപ്പോൾ ഇന്ന് ആരും വരാൻ ആരും വരില്ല. തുറന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓടിയിട്ടും കാര്യമില്ല. ഇത് നമ്മുടെ തൃശ്ശൂർ റോഡാണ്. അവിടെയും കണ്ട അത്യാവശ്യത്തിന് വണ്ടികളുണ്ട്, പക്ഷെ ഓട്ടോ ഒന്നുമില്ല. അങ്ങനെ ഞാനിതൊക്കെ കണ്ട് നൈസായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരത്ത് നമ്മുടെ സുഹൃത്തുക്കളെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓട്ടം കിട്ടൂല, വെറുതെ അവിടെ കിടന്നിട്ട് കാര്യമില്ല. അങ്ങനെ വീട്ടിൽ നമ്മുടെ ശിവാജി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളീനായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് മല്ലിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ ഇത്തട വീട്ടിൽ നിന്ന് ബിരിയാണിയും നെയ്ച്ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് വീണ്ടും ഒന്ന് സ്റ്റാൻഡിലേക്ക് ഇറങ്ങി നോക്കി വല്ലതും നടക്കുമെന്നറിയാൻ. എന്തായാലും ഇന്ന് ഓട്ടവും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റും. ആ സബ്സ്ക്രൈബ് ബട്ടണും ഫോളോ ബട്ടണും ഒന്ന് അങ്ങോട്ട് ഞെക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.